ലോസ് ആഞ്ചലസിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ച് റെന്റ് കാർ എടുത്ത് യാത്ര ചെയ്യുകയാണ് ഇവിടെ ഏറ്റവും അത്യുത്തമം എന്ന് എനിക്ക് നിർദ്ദേശം ലഭിച്ചതിനാൽ ഞാനും ഒരു റെന്റ് കാർ എടുത്താണ് യാത്ര തുടരുന്നത്. ക്വീൻ മേരി എന്ന സ്ഥലത്തേക്കായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സന്ദർശനം നടത്തിയത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ച ക്വീൻ മേരി എന്ന ട്രൂപ്പ് ഷിപ്പാണ് നമ്മൾ അവിടെ കണ്ടത്. റിട്ടയർഡായ ആ കപ്പൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മ്യൂസിയമായിട്ടും ഹോട്ടലായിട്ടുമൊക്കെയാണ്. ആ കപ്പലിനെ പറ്റിയുള്ള വിശേഷങ്ങൾ അറിയാൻ അതിനെപ്പറ്റി ചെയ്തിരിക്കുന്ന എപ്പിസോഡ് വിശദമായി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് അയോവ എന്ന മ്യൂസിയത്തിലേക്കാണ്. വളരെ അനുകൂലമായ കാലാവസ്ഥയാണ് നമുക്ക് ഇന്നും ഉള്ളത്. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോളിവുഡും വലിയ സ്റ്റുഡിയോകളുമൊക്കെയുള്ള ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റൽ എന്ന് വിളിപ്പേരുള്ള സ്ഥലം ലോസ് ആഞ്ചലസ്. നമ്മൾ യാത്ര നടത്തിയിരുന്ന ഈ സമയം ഇവിടെ കാര്യങ്ങളെല്ലാം വളരെ സമാധാനപരമായിരുന്നു. എന്നാൽ കൃത്യം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം മാറിമറിയുകയാണുണ്ടായത്. 2025 ജനുവരി 7 ഇവിടെ തുടങ്ങിയ ഒരു തീപിടുത്തം പിന്നീട് അങ്ങോട്ട് വലിയൊരു കാട്ടുതീയായി മാറുകയും ഏകദേശം 40,000 ഏക്കർ സ്ഥലമാണ് അതുമൂലം കത്തിനശിച്ചത്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ നിന്ന് ഇവാക്യുവേഷൻ ചെയ്യേണ്ടി വരിക. നിലവിലെ ഈ തീ കൊണ്ടുണ്ടായ നഷ്ടം ഏകദേശം $60 ബില്യൺ ആണെന്നും എന്നാൽ ഇനി അത് $150 ബില്യൺ ഉയരാമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.